ഓം സായിറാം. ഷിർഡി സായി സമാധി മന്ദിറിലെ പൂജാരിയായി സേവനമനുഷ്ഠിക്കുന്ന പണ്ഡിറ്റ് ശ്രീ അമിത് ദേശ്മുഖ് ജി ബാബയുടെ അത്ഭുത ലീലകൾ പങ്കുവയ്ക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. ഹിന്ദിയിൽ അദ്ദേഹം പങ്കുവച്ച അനുഭവങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്കു വേണ്ടി മലയാളത്തിൽ തർജ്ജമ ചെയ്തതാണ് ഈ വീഡിയോ. ഇത് അവസാനം വരെ കാണുക. ബാബയുടെ ലീലകൾ അത്ഭുതപ്പെടുത്തുന്നതാണ്. ജയ് സായിറാം. ഞാൻ 20 വർഷമായി സായിബാബയുടെ സേവകനായി ജോലി ചെയ്യുന്നു. 2006 ഏപ്രിൽ 4-നാണ് ഞാൻ ഷിർഡിയിൽ പൂജാരിയായി നിയമിതനാകുന്നത്. ഷിർഡിയിൽ നിയമിതനാകുന്നതിന് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് 7 ദിവസത്തെ ഇടവേളയിൽ 2 സ്വപ്നദർശനം എനിക്കുണ്ടായി. ബാബയുടെ മൂർത്തിയില്ലാതെ സമാധി മന്ദിരം മാത്രമുള്ള ഷിർഡിയിൽ ഞാൻ പൂജ ചെയ്യുന്നതായിട്ടാണ് ആദ്യ സ്വപ്നം. പിന്നീട് 7 ദിവസം കഴിഞ്ഞ് അതേ സമാധി മന്ദിറിൽ ബാബയുടെ വലിയ മൂർത്തിക്ക് മുമ്പിൽ ഞാൻ സേവ ചെയ്യുന്നതായിട്ടാണ് മറ്റൊരു സ്വപ്നം കാണുന്നത്. അത് എനിക്ക് ബാബ നൽകിയ സൂചനയും അനുഗ്രഹവും പുണ്യവുമായി ഞാൻ കാണുന്നു. ആദ്യം ഷിർഡി സംസ്ഥാന്റെ ദക്ഷിണമുഖി ഹനുമാൻ മന്ദിറിലെ പൂജാരിയായി സ്ഥാനമേറ്റു. ആ വർഷം തന്നെ രാമനവമി ദിവസം ബാബയുടെ ചരണങ്ങളിൽ സേവ ചെയ്യാനായി എനിക്ക് അവസരം കിട്ടി. ഇപ്പോഴും അത് തുടരുന്നു. സമാധി മന്ദിറിൽ ഭക്തർ സമർപ്പിക്കുന്ന പുഷ്പങ്ങളും വസ്ത്രങ്ങളും ചാദറുമൊക്കെ വാങ്ങി ആ ചരണങ്ങളിൽ തൊട്ട് തിരികെ നൽകുന്നതും ബാബയുടെ കാര്യങ്ങൾ നോക്കി സദാ സേവനമനുഷ്ഠിക്കുന്നതും എനിക്ക് ബാബ നൽകിയ അനുഗ്രഹമായി ഞാൻ കാണുന്നു. ഏകദേശം 12 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ്. അന്ന് ഡൽഹിയിൽ നിന്നും ഷിർഡിയിൽ ബാബ ദർശനത്തിന്, ഒരു VIP ദർശനത്തിന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എത്തുകയുണ്ടായി. അദ്ദേഹം 2 മിനിറ്റോളം ബാബയുടെ മുമ്പിൽ പ്രാർത്ഥിച്ചു നിന്നു. ഞാൻ അദ്ദേഹത്തിന് ബാബയുടെ ചരണങ്ങളിൽ വെച്ചിരുന്ന ഒരു മുല്ലപ്പൂമാല എടുത്തു നൽകി. അത് വാങ്ങിയതും അദ്ദേഹം പെട്ടെന്ന് വികാരാധീനനായി. കണ്ണുകളിൽ നിന്നും കണ്ണീർ പൊടിയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ബാബയെ വണങ്ങി ആ മാലയുമായി നടന്നു പോകുമ്പോൾ അദ്ദേഹം കണ്ണുകൾ തുടയ്ക്കുന്നുണ്ടായിരുന്നു. സാധാരണ VIP ദർശനത്തിന് വരുന്ന വലിയ പദവിയൊക്കെയുള്ള ആൾക്കാർ ഇങ്ങനെ നിയന്ത്രണം വിട്ട് വികാരാധീനനായി കരയുന്നതായി കണ്ടിട്ടില്ല. അതിനാൽ എന്തായിരിക്കാം അദ്ദേഹം അത് ചെയ്യാൻ കാരണമെന്ന ഒരു കൗതുകം എൻ്റെ മനസ്സിലുണ്ടായി. കുറച്ച് സമയം കഴിഞ്ഞ് അന്നത്തെ എൻ്റെ ഡ്യൂട്ടി സമയം അവസാനിച്ചു. റിലീവർ വന്നപ്പോൾ ഞാൻ പുറത്തിറങ്ങി. VIP റൂമിനോട് ചേർന്നുള്ള സ്ഥലത്ത് എൻ്റെ സാധനങ്ങളും വസ്ത്രങ്ങളും വയ്ക്കുന്നിടത്തേക്ക് ഞാൻ പോയി. അപ്പോഴും VIP റൂമിൽ ചീഫ് ജസ്റ്റിസ് ഇരിപ്പുണ്ടായിരുന്നു. ഞങ്ങളുടെ PRO മോഹൻ യാദവ്ജിയോട് ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചു. എന്തിനായിരിക്കും അദ്ദേഹം ഒരു സാധാരണക്കാരനെ പോലെ പരിസരം മറന്ന് വികാരാധീനനായി കരഞ്ഞത്? മോഹൻജിയോട് ഞാൻ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഏതായാലും ഈ കാര്യം ഞാൻ നേരിട്ട് ചോദിക്കാം അദ്ദേഹത്തോടെന്ന്. മോഹൻ യാദവ്ജി VIP റൂമിലിരിക്കുന്ന ചീഫ് ജസ്റ്റിസിനോട് ഈ കാര്യം പോയി സൂചിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞ മറുപടി കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. ചീഫ് ജസ്റ്റിസ് പറയുകയാണ്, ഞാൻ ബാബയെ വണങ്ങി എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം ബാബയോട് പറഞ്ഞു പ്രാർത്ഥിക്കുകയായിരുന്നു. അതിനുശേഷം ബാബയുടെ ചരണങ്ങളിൽ വെച്ചിരിക്കുന്ന ആ മുല്ലപ്പൂമാല എനിക്ക് കിട്ടുകയാണെങ്കിൽ എൻ്റെ പ്രാർത്ഥന ബാബ സ്വീകരിച്ചിരിക്കുന്നു എന്ന് ഞാൻ കരുതും എന്ന് മനസ്സിൽ പറഞ്ഞു. ആ നിമിഷം തന്നെ പണ്ഡിറ്റ്ജി ആ മുല്ലപ്പൂമാല എനിക്ക് നൽകുകയും ചെയ്തു. ഞാനത് വാങ്ങി. എൻ്റെ പ്രാർത്ഥന കേട്ടു ബാബ എന്ന സന്തോഷത്താൽ ഞാൻ കരഞ്ഞതാണ്. ബാബയുടെ ഈ ലീല ഞാൻ ആരോട് പങ്കുവയ്ക്കുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഞാൻ വീണ്ടും വീണ്ടും ഇതേപ്പറ്റി ആലോചിക്കുകയായിരുന്നു. ഗുരുജി തന്നെ ഈ കാര്യം ഓർത്ത് എന്നോട് ചോദിച്ചതിൽ സന്തോഷമുണ്ട്. ഞാൻ ശരിക്കും സ്തബ്ധനായി. ആ മാല ഭക്തൻ്റെ മനസ്സറിഞ്ഞ് സാക്ഷാൽ ബാബ തന്നെ നൽകിയതാണ്. ഞാൻ വെറുമൊരു ഉപകരണം മാത്രം. ഇത്തരം നിരവധി അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഒരു സംഭവം കൂടി പറയട്ടെ. ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ 24-25 വയസ്സ് പ്രായം കാണും. ദർശനത്തിന് വന്നപ്പോൾ ഒരു ചെറിയ സ്വെറ്റർ ബാബയ്ക്ക് സമർപ്പിക്കാൻ എൻ്റെ കയ്യിൽ തന്നു. ഭക്തർ നൽകുന്ന വസ്തുക്കൾ അത് ബാബയുടെ ചരണങ്ങളിൽ തൊട്ട് തിരിച്ച് ഭക്തർക്ക് തന്നെ നൽകുന്നതാണ് പതിവ്. ആ ചെറുപ്പക്കാരൻ നീട്ടിയ സ്വെറ്റർ എന്താണെന്നറിയില്ല, ആ പാദങ്ങളിൽ തന്നെ വയ്ക്കാൻ എനിക്ക് തോന്നി. ഞാനത് ആ പാദങ്ങളിൽ തന്നെ സമർപ്പിച്ചു. പിന്നീട് ഞാൻ പുറത്തിറങ്ങിയ സമയത്ത് ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്ന്, പണ്ഡിറ്റ്ജി നമസ്കാരം, എന്നെ മനസ്സിലായോ എന്നറിയില്ല,
ഞാൻ രാവിലെ ദർശനത്തിന് വന്നപ്പോൾ ഒരു സ്വെറ്റർ ബാബയ്ക്ക് നൽകിയിരുന്നു. ആ സ്വെറ്റർ ഞാൻ തന്നെ നെയ്തുണ്ടാക്കിയതാണ്. ആളിൻ്റെ മുഖം ഓർക്കുന്നില്ലെങ്കിലും സ്വെറ്ററിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. അയാൾ തുടർന്നു, ഞാൻ നൽകിയ സ്വെറ്റർ ബാബ സ്വീകരിച്ചു. അത് കാൽക്കൽ വെച്ച് തിരികെ നൽകും എന്നായിരുന്നു ഞാൻ കരുതിയത്. പക്ഷേ ബാബ അത് വാങ്ങി. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ സ്വപ്നത്തിൽ ബാബ വന്ന് ഒരു സ്വെറ്റർ ആവശ്യപ്പെടുകയുണ്ടായി. നോക്കൂ ബാബയുടെ ലീല. 24-25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ സ്വപ്നത്തിൽ വന്ന് സ്വെറ്റർ ആവശ്യപ്പെടുന്നു. അതനുസരിച്ച് സ്വയം ഒരു സ്വെറ്റർ തയ്യാറാക്കി അയാൾ ബാബയ്ക്ക് സമർപ്പിക്കാൻ ഷിർഡിയിലെത്തുന്നു. ഞാനാകട്ടെ ഈ കാര്യമൊന്നും അറിയുന്നില്ല. അയാൾ നൽകിയ സ്വെറ്റർ വാങ്ങി ബാബയുടെ ചരണങ്ങളിൽ സമർപ്പിച്ചു, അവിടെ വെച്ചു. എന്നെക്കൊണ്ട് ബാബ ആ സ്വെറ്റർ വാങ്ങി തിരികെ നൽകാതെ അവിടെ ആ പാദങ്ങളിൽ വയ്പ്പിച്ചു എന്ന് പറയാം. ആ ചെറുപ്പക്കാരൻ്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. ഇത് പറയുമ്പോൾ എൻ്റെ ദേഹം കോരിത്തരിക്കുന്നു. ഭക്തവത്സലനായ സായിയുടെ ലീലകൾ നാം എത്ര പറഞ്ഞാലും മതിയാവുകയില്ല. ഷിർഡിയിലെത്തുന്ന ഓരോ ഭക്തനും ഓരോ അനുഭവങ്ങളുണ്ടാവും. പലർക്കും പക്ഷേ പല വിധത്തിലാണെന്ന് മാത്രം. അതിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ച ഞാൻ കൃതാർത്ഥനാണ്. ബാബയോട് എന്നും കടപ്പെട്ടിരിക്കുന്നു. എല്ലാവർക്കും ബാബയുടെ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ. ഓം സായിറാം.